എന്തായാലും സംസ്ഥാനം കടുത്ത വേനലിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പലയിടത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചൂട് അല്ലേ, കടുത്ത വരൾച്ചയെ കാലാവസ്ഥയൊക്കെ മറികടന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ചൂട് അല്ലേ. എന്തായാലും കോഴിക്കോടാണ് എന്തായാലും ഏറ്റവും കൂടുതൽ കോഴിക്കോട് തന്നെയാണ് ചൂട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും ഏറ്റവും കൂടുതൽ കടുത്ത മത്സര സംസ്ഥാനം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട്. എന്തായാലും MK രാഘവൻ MP അതോടൊപ്പം തന്നെ പ്രദീപ് കുമാറും വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ടു കഴിഞ്ഞതോടെ വോട്ടർമാരിലേക്ക് ഇറങ്ങി തുടങ്ങി LDF സ്ഥാനാർത്ഥി. ഒരു വട്ടം മണ്ഡല പര്യടനം കഴിഞ്ഞതിന്റെ ആവശ്യത്തിലാണ് നിലവിലെ MP MK രാഘവൻ. സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് ഔദ്യോഗിക സ്വഭാവത്തിൽ പോസ്റ്ററോ ഫ്ലക്സോ ചുവരെഴുത്തോ MK രാഘവൻ തുടങ്ങിയിട്ടില്ല. പക്ഷേ പ്രവർത്തകർ സ്വന്തം നിലയിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അത്തരത്തിലുള്ള പ്രചരണം ആരംഭിച്ചിരുന്നു. സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചതോടെ ഒരു വട്ടം മണ്ഡല പര്യടനം നടത്തിക്കഴിഞ്ഞു. മതനേതാക്കളെയും പ്രമുഖരെയും കാണുന്ന തിരക്കിലാണ് MK രാഘവൻ ഇപ്പോൾ. പ്രദീപ് കുമാർ ഭീഷണിയാവില്ലെന്നാണ് നിലപാട്. ഞാൻ അതൊരു ഭീഷണിയെ ഒരിക്കലും കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM-ന് മറ്റു സ്ഥാനാർത്ഥിയെ കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു സിറ്റിംഗ് MLA ആയിട്ടുള്ള ഒരാളെ മത്സരിപ്പിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെ കൊടുമുടിയിലാണ് പ്രദീപ് കുമാർ. MLA എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രചരണം. ഫ്ലക്സും പോസ്റ്ററും വഴിയോരങ്ങളിൽ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് ഉള്ള ഒരു മുൻതൂക്കം നമുക്ക് ഈ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന ഒരു വിധിയെടുത്തെന്ന് പറയുന്നത് 2016 അസംബ്ലി ഇലക്ഷനാണ്. ആ അസംബ്ലി ഇലക്ഷനിൽ LDF-ന് ഈ മണ്ഡലത്തിൽ 92,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. BJP സ്ഥാനാർത്ഥി കൂടി വരുന്നതോടെ തിരഞ്ഞെടുപ്പ് ചൂട് ഇനിയും ഉയരും. UDF-കാർക്ക് MK രാഘവൻ രാഘവേട്ടനാണെങ്കിൽ LDF-കാർക്ക് പ്രദീപേട്ടനാണ് പ്രദീപ് കുമാർ. തീപാറും പോരാട്ടത്തിൻ്റെ ചൂട് ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ കാണാനുണ്ട്. ജയ്സൽ ബാബുവിനൊപ്പം റാഹിസ് റഷീദ്, മീഡിയ 1 കോഴിക്കോട്.